നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കുറച്ച് കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നോ ടോപ്പിക് റീഡിംഗ് ആണ് ചെയ്യുവാനായി പോകുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വരുന്ന എന്തൊക്കെ ലവ് എനർജീസ് ആണോ അതൊക്കെയും ആ സന്ദേശമൊക്കെയും നമ്മൾ ഇന്നിവിടെ വായിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം വിഷമത്തോടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കൈകളിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ പാനപാത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അതെത്രത്തോളം വിശ്വസനീയമാകണം എന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ വ്യക്തിയുടെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹത്തിൻ്റെ പാനപാത്രം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മറ്റാരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെയും ഈ വ്യക്തിയെയും പിന്തിരിപ്പിച്ചതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം തന്നെയാണ് കാരണം. ഈ വ്യക്തി ഏതൊരവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഊർജം ഈ വ്യക്തിക്ക് ജന്മന ലഭിച്ചിട്ടുള്ളതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചില പാപങ്ങളുടെ കർമ്മഫലമായും ഈ വ്യക്തി അനുഭവിക്കുന്നുമുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിക്ക് കൂടുതലും മോശപ്പെട്ട രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നത് ചതിയും വഞ്ചനയും തന്നെയാണ്. അത് മറ്റുള്ളവരിൽ നിന്നും ധാരാളം ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കൂട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, എന്തിന് സ്വന്തം അമ്മ പോലും ഈ വ്യക്തിയെ ചതിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയും വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വ്യക്തി നോക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആലോചിച്ച് നിൽക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിനോ വിവാഹത്തിനോ ഒക്കെയും തടസ്സം നിൽക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തികച്ചും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും ഈ വ്യക്തിക്കുമുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരു തീരുമാനം നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇത്തരം മാനിഫെസ്റ്റേഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ ഒരു വായന കണ്ടിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളോ മറ്റ് എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചെയ്തിട്ട് അതിൻ്റെ ഫലമായും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും തിരികെ വന്നിട്ട് വീണ്ടും മടങ്ങിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും കാര്യത്തിലല്ല, പക്ഷെങ്കിൽ പോലും നമുക്കിവിടെ ചെറിയ പാപത്തിൻ്റെ അനന്തരഫലമായി അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ അല്ലെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി എന്തൊക്കെയോ ഒരു വിരഹ ദുഃഖം പോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ഈ വ്യക്തി കുറച്ചും കൂടെ ആത്മീയ പാതയിലേക്ക് കടന്നു വന്ന് മനസ്സ് ശുദ്ധീകരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ചിലപ്പോൾ ഇതിലൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മന്ത്രജപങ്ങൾ ജപിക്കുന്നുണ്ടാകാം, അമ്പലത്തിലും പള്ളികളിലും പോകുന്നുണ്ടാകാം, യഥാസ്ഥിക വഴിപാടുകളും നേർച്ചകളും കാഴ്ചകളും ചെയ്യുന്നുണ്ടാകാം, യൂണിവേഴ്സിനെയും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ മനസ്സിലേക്ക്, അതായത് സോളിലേക്ക് അത്രത്തോളം പരിശുദ്ധമല്ലാത്ത കാര്യങ്ങൾ കയറാനുള്ള സാധ്യതകൾ വളരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തിയെ ഒന്ന് കൈ പിടിച്ചുയർത്താനോ സപ്പോർട്ട് ചെയ്യാനോ ആരുമില്ല എന്നുള്ളതാണ് വളരെ കഷ്ടമേറിയ ഒരു കാര്യമെന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം,
ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിങ്ങളും കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തിക്ക് അതിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. നിങ്ങൾ ഒന്നിക്കണമെങ്കിൽ ഇവിടെ പല വ്യക്തികളുടെയും സാന്നിധ്യം ഇല്ലാതാകണം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ തുടക്കം ഈ വ്യക്തിയുമായി നിങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം തന്നെയാണ് കാണിക്കുന്നത്. കൂടുതലും കമിതാക്കളാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് കാണുന്നതെങ്കിൽ പോലും പുതിയൊരു ദാമ്പത്യ ജീവിതം, പുതിയ തുടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി മറ്റാരുടെയും വാക്കിൽ വഴങ്ങി വീഴുന്നതായി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇതിന് കാരണം. നിങ്ങളുടെ അത്രയും പ്രാർത്ഥനയും പരിചരണവും വിശ്വാസവും ഈ വ്യക്തിക്ക് ആശ്വാസമേകുന്നു. നിങ്ങൾ ചിലപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ വ്യക്തിയെ വിളിക്കുന്നുണ്ടാകാം, സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ തന്നെയാണിത്. നിങ്ങളത് തീർത്തും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് നന്ദി. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഇവിടെ പല വ്യക്തികളുടെയും സാന്നിധ്യം ഇല്ലാണ്ടാകണം, അല്ലെങ്കിൽ മാറിപ്പോണം എന്നുള്ള സത്യം നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഒരു സ്ത്രീയുടെ എനർജിയും 2-3 സ്ത്രീകളുടെ എനർജിയും ഒക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുമായിട്ടുള്ള തുടക്കം അത് ഈ വ്യക്തിയും നിങ്ങളും മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കുകളെല്ലാം ഈ വ്യക്തി ഇതുവരെയും പാലിച്ചിട്ടില്ലെങ്കിൽ പോലും ഭാവിയിൽ പാലിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. പറ്റുമെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥനകളോ ജപങ്ങളോ മാനിഫെസ്റ്റേഷനോ ചെയ്യുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും ഒരു വ്യത്യാസത്തിൻ്റെ ആവശ്യകതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യകതയുണ്ട്. ഈ വ്യക്തി ഓരോ അവസരത്തിലും ഉയർത്തെഴുന്നേറ്റ് തല പൊക്കി നിൽക്കുവാൻ ശ്രമിക്കുമ്പോഴും അടിച്ച് തകർത്ത് താഴ്ത്തി ഇടുക എന്നുള്ളത് തന്നെയാണ് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം. ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മ തന്നെ ആയിരിക്കാം. മാതൃസ്നേഹം നല്ലതാണ്, പക്ഷേ സ്വന്തം മക്കൾക്ക് ദോഷം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അത്തരമൊരു പ്രവൃത്തികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി അത് മനസ്സിലാക്കാൻ വളരെയധികം വൈകി എന്നുള്ളതാണ് ഇവിടെ കഷ്ടകരമായ ഒരു കാര്യം. അത് മനസ്സിലാക്കി വന്നപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ നിന്നോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നോ പുറത്തായി. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ വ്യക്തിക്ക് പല സത്യങ്ങളും മനസ്സിലായി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും കൈയടിച്ച് സന്തോഷിച്ച് മറ്റുള്ളവരുമായി ആഘോഷിച്ച് നടക്കുകയല്ല. തികച്ചും ഒറ്റപ്പെട്ട അടച്ച് ഒതുങ്ങിയ ഒരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ വ്യക്തി ജീവിതത്തിൽ നല്ലൊരു ഗൃഹനാഥനോ ഗൃഹനാഥയോ ആയിരിക്കും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. കാരണം വളരെ സപ്പോർട്ടീവായിട്ടുള്ള എനർജികൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വായനകൾ. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ സന്ദേശം അയച്ചാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.